ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. ഇതങ്ങനെ അധികം ആരും ഉണ്ടാക്കാറില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഏത് മെഴുക്ക് പുരട്ടിയാണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് 2 മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഉള്ളിയുണ്ട്, ഒരു 9 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മധുരക്കിഴങ്ങിൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുക്കാനായിട്ട്. ഇനി നമ്മൾ ആ മധുരക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉള്ളി നൈസായിട്ട് അരിയേണ്ട, വെളുത്തുള്ളി ഒന്ന് ചതച്ചു എടുത്തിട്ടുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് വറുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഒരു 3 വറ്റൽമുളക് കൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെ അളവൊക്കെ നമ്മൾ ആ മധുരക്കിഴങ്ങിൻ്റെ അളവിനനുസരിച്ച് നമുക്കെടുക്കാം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഇനി ആ ഉള്ളി അത് തീരെ നൈസായിട്ടൊന്നും അരിയണ്ട, ചെറിയ ഉള്ളി ആയതുകൊണ്ടൊന്നും ചെറുതായിട്ടൊന്നുകൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. ഇത്രയും മൂട്ടാൽ മതി. ഇത്തിരി ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകണ്ട, മെഴുക്ക് പുരട്ടിക്കല്ലേ. ഇനി നമുക്കിതിലേക്ക് ആ മധുരക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂടി ചേർക്കാം. 2 വലിപ്പമുള്ള മധുരക്കിഴങ്ങായിരുന്നു കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നല്ലപോലെ ഒന്നുകൂടി ഇളക്കി ഉപ്പൊക്കെ എല്ലായിടത്തൊന്ന് ഇരിക്കണം. കാരണം ഇത് ഞാൻ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കണം. സാധാരണ ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർക്കാറില്ല. മിക്കവാറും ഉള്ള മെഴുക്ക് പുരട്ടിക്കൊന്നും വെള്ളം ചേർക്കുകയില്ല. അത് ചേർക്കാതെ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ. നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തീ വളരെ കുറച്ച് സിമ്മേലിടണം കേട്ടോ. ഇനി നമ്മൾ തീ കൂട്ടുകയേ വേണ്ട, കാരണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പിടിക്കും, വേവുകയില്ല. ഇങ്ങനെ ചെറിയ തീയിൽ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. ഏത് മെഴുക്ക് പുരട്ടി അങ്ങനെ വെള്ളം ഒഴിക്കാതെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും അതിന് സ്വാദ്. ഒന്നുകൂടെ മൂടി വെക്കാം, വെന്തില്ല ശരിക്കും. അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ മുളക് പൊടി, അത് നമ്മുടെ എരിവിനനുസരിച്ചും നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ അളവനുസരിച്ചും നമുക്ക് ചേർക്കാം. നല്ലപോലെ ഒന്ന് മുളക് എല്ലായിടത്തും ഇരിക്കാനായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് നമുക്കൊന്ന് ആവിയേറിയ ആ മുളകും ഒക്കെ കൂടി ഒന്ന് വേവണമല്ലോ. നമുക്കൊന്ന് നോക്കാം എന്തോന്ന്. അപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർക്കാവേ. ഏകദേശം വെന്തിട്ടുണ്ടിത്. അപ്പോൾ ഇനി നമുക്കൊരല്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാം. നമ്മൾ സാധാരണ മെഴുക്ക് പുരട്ടിക്ക് വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരുന്നതാണല്ലോ ഒരു രുചി. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരല്പം പോലും വെള്ളം ഒഴിക്കാതെയാണ് ഇത് ഉണ്ടാക്കിയത്. എന്നാലും നല്ലതുപോലെ വെന്തിട്ടുമുണ്ട് കണ്ടോ. മതി, നമുക്കിന്നിത് വാങ്ങി വെക്കാം. എരിവും മധുരവും എല്ലാം ഉള്ള ഒരു മെഴുക്ക് പുരട്ടി. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.